എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവുമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഷഡ്ജഗീത എന്നുള്ള പേര് കേൾക്കുമ്പോൾ അത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. എങ്കിലും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായും നിങ്ങൾ സ്വയം ചോദിക്കും, ഈ സത്യം എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ കണ്ടോളൂ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കും കേട്ടോ. കുരുക്ഷേത്ര ഭൂമി വിജയത്തിന്റെ ശംഖുലികൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ധർമ്മപുത്രനായ യുധിഷ്ഠിരന്റെ ഉള്ളിൽ ആ വിജയാഘോഷങ്ങളില്ല. മറിച്ച് ബന്ധുനാശത്തിന്റെ കനൽ എരിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ. രക്തം പുരണ്ട മണ്ണിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ പാദങ്ങളിൽ വീണ് യുധിഷ്ഠിരൻ ചോദിച്ചു, പിതാമഹ, എന്തിനാണ് ഈ ജീവിതം? ജയവും പരാജയവും ഒരുപോലെ കൈപ്പുള്ളതാവുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? സന്തോഷവും ശാന്തിയും എവിടെയാണുള്ളത്? ഒന്ന് പറഞ്ഞു തരൂ പിതാമഹ. യുധിഷ്ഠിരന്റെ ആശങ്കകൾക്ക് മറുപടിയായി ആ നിമിഷം മരണത്തെ കാത്തുകിടക്കുന്ന ആ യുഗപുരുഷൻ ഭീഷ്മർ തന്റെ പൗത്രന് നൽകിയ ഉപദേശമാണ് ഷഡ്ജഗീത. ജീവിതമെന്ന മഹാരാഗത്തിലെ 6 സ്വരങ്ങളെ കുറിച്ചുള്ള മഹാസത്യം. യുധിഷ്ഠിര, മനസ്സിനെ നയിക്കുന്ന 6 ഭാവങ്ങളുണ്ട്. 6 സ്വരങ്ങൾ ചേർന്ന് ഒരു രാഗമുണ്ടാകുന്നത് പോലെ ഈ 6 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. ഈ ഷഡ്ജങ്ങളിൽ ആദ്യത്തേത് ധർമ്മം അഥവാ നീതി. ജീവിതത്തിന്റെ അടിത്തറയാണ് ധർമ്മം. ഒരുവൻ ചെയ്യേണ്ട കടമകൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ് ഇതിന്റെ സാരം. രണ്ടാമത്തേത് അർത്ഥം അഥവാ സമ്പത്ത്. ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും വിഭവങ്ങളും നേടുക, പക്ഷെ അത് ധർമ്മത്തിന്റെ വഴിയിലൂടെ തന്നെ ആയിരിക്കണം. അധാർമികമായി നാം നേടുന്ന പണം നമ്മെ അഴിക്കുള്ളിൽ എത്തിക്കുമെന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മൂന്നാമത്തേത് കാമം അഥവാ ആഗ്രഹം. ഭൗതിക ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെയും അഭിനിവേശനങ്ങളുടെയും പൂർത്തീകരണമാണിത്. സ്നേഹം, സന്തോഷം, ആസ്വാദനം ഇവയെല്ലാം ഉൾക്കൊണ്ടു നിൽക്കുന്നതാണ് ഈ ഡിസയർ എന്ന് പറയുന്നത്. നാലാമത്തേതാണ് വിദ്യ അഥവാ അറിവ്. ലോകത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള ബാഹ്യമായ അറിവാണിത്. ഈ ഒരു തിരിച്ചറിവില്ലാതെ മുന്നോട്ടു പോക്ക് അസാധ്യം തന്നെയായിരിക്കും. അഞ്ചാമത്തേത് ജ്ഞാനം അഥവാ ആത്മീയമായ അറിവ്. നമ്മൾ നേടിയ വിദ്യയ്ക്കും അപ്പുറം സത്യത്തെ തിരിച്ചറിയുന്ന ഒരു ഉൾക്കാഴ്ചയാണ് ഈ ജ്ഞാനം. അവസാനത്തേതാണ് തപസ് അഥവാ ഏകാഗ്രത. 6 കാര്യങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണിത്. ലക്ഷ്യത്തിലെത്താനുള്ള കഠിന പ്രയത്നവും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും നമ്മൾ നേടുന്നത് ഈ തപസ്സിലൂടെയാണ്. ഈ 6 കാര്യങ്ങളിൽ ഏതാണ് മികച്ചതെന്ന് പലരും തർക്കിക്കും. ചിലർ ധർമ്മം മാത്രമാണ് വലുതെന്ന് പറയും, ചിലർ സമ്പത്ത് മതിയെന്ന് കരുതും. എന്നാൽ ഓർക്കുക, ധർമ്മമില്ലാത്ത സമ്പത്ത് പാപമാണ്, അർത്ഥമില്ലാത്ത കാമം ദുർബലവുമാണ്. ഇവയെല്ലാം വിദ്യയിലൂടെയും ജ്ഞാനത്തിലൂടെയും ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഒരാൾക്ക് പരമമായ ശാന്തി ലഭിക്കുന്നത്. ജീവിതത്തിലെ ജയപരാജയങ്ങൾ താൽക്കാലികമാണെന്നും സ്വന്തം കർമ്മം ആസക്തിയില്ലാതെ ചെയ്യുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും ധർമ്മമെന്നും പിതാമഹന്റെ വാക്കുകളിൽ നിന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുന്നു. ഷഡ്ജഗീത നമുക്ക് നൽകുന്ന സന്ദേശവും ഏറ്റവും മികച്ച സന്ദേശം ഇത് തന്നെയാണ്. ലക്ഷ്യങ്ങളല്ല, അവയെ സന്തുലിതമായി കൊണ്ടുപോകുന്ന വഴിയാണ് പ്രധാനമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഏതു കാലത്തും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന മഹാഭാരതത്തിലെ ഇത്തരം ദർശനങ്ങൾ നാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ സ്വന്തം ഇതിഹാസമായ മഹാഭാരതത്തെ ആഴത്തിൽ മനസ്സിലാക്കാം, പഠിക്കാം. അപ്പോൾ വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.